മാന്യ പ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. ഹൈന്ദവ സംഘടനകളെക്കുറിച്ച് ധാരാളം തരത്തിലുള്ള ധാരണകളും തെറ്റിദ്ധാരണകളുമെല്ലാം ഉണ്ട്. ഒരു കാര്യം വളരെ വളരെ പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ചിന്തിക്കാനുള്ളത്, പ്രത്യേകിച്ച് സംഘടനാ ഭാരവാഹികൾ ചിന്തിക്കാനുള്ളത്, ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം എന്ന രീതിയിൽ ഹിന്ദുക്കൾ സംഘടിക്കാറില്ല. ഹൈന്ദവ സംഘടന മുഴുവനും 3 കാര്യത്തിനാണ്. ഭൂതകാലത്തും വർത്തമാനകാലത്തിലുമുള്ള ആത്മീയ നേതാക്കന്മാരുണ്ടാക്കിയിരിക്കുന്ന സംഘടനകൾ മുഴുവനും ആത്മീയമായ കാര്യം, അത് ഒന്നാമത്തേത് സ്പിരിച്വൽ ആക്ടിവിറ്റി. അത്ര തന്നെ പ്രാധാന്യമാണ് സോഷ്യൽ ആക്ടിവിറ്റി, അത്ര തന്നെ പ്രാധാന്യമാണ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഈ 3 വാക്കുകളും ഹൈന്ദവ സംഘടനയ്ക്ക് നേതൃത്വം നൽകുന്നവര് ഒരു കാരണവശാലും മറക്കരുത്. ഹൈന്ദവ സംഘടന ആത്മീയതയ്ക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കാറില്ല. ഉണ്ടാക്കിയാൽ ആ സംഘടനയുടെ ലക്ഷ്യവും മാർഗവും എല്ലാം തെറ്റും. കാരണം ഹിന്ദുധർമ്മം ഒരു മതമല്ല, ആത്മീയതയിൽ മാത്രം അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രൊസീജിയറുമല്ല നമുക്കുള്ളത്. ശ്രീനാരായണ ഗുരുദേവൻ വർക്കല തീർത്ഥാടനത്തോടനുബന്ധിച്ച് 7-8 വിഷയങ്ങൾ തന്നതിൽ ഒരു വിഷയം മാത്രമാണ് ആത്മീയത. ബാക്കിയുള്ളത് ചെറുകിട വ്യവസായം, സ്ത്രീ വിദ്യാഭ്യാസം, പ്രകൃതി സംരക്ഷണം തുടങ്ങി അനവധി വിഷയങ്ങളാണ് അതിലുണ്ടായിരുന്നത്. അതേപോലെ ആലോചിച്ചു നോക്കുക, മാതാ മൃദാനന്ദമയി ഒരു ആത്മീയ നേതാവായിട്ടാണ് ലോകം അംഗീകരിച്ചിരിക്കുന്നത്. എത്ര സ്കൂളുകളും എത്ര കോളേജുകളുമാണ് ആ സംഘടനയുടെ കീഴിലുള്ളത്. സത്യസായി ബാബയും ആത്മീയ നേതാവായിട്ടാണ് ആരാധകര് എന്നും കാണാറുള്ളത്. എത്ര സ്കൂളുകളും ആശുപത്രികളും, അതേപോലെ ഒരു യൂണിവേഴ്സിറ്റി തന്നെ സായി സേവാ സമിതിയുടെ പേരിലുണ്ട്, സത്യസായി ബാബയുടെ പേരിലുണ്ട്. ആദി ശങ്കരാചാര്യരുടെ കീഴിലുള്ള കാഞ്ചീപുരം ശങ്കരാചാര്യരുടെ കീഴില് കാഞ്ചി യൂണിവേഴ്സിറ്റി മുഴുവൻ അവിടെയാണ്. എത്രയോ കോളേജുകളും എത്രയോ കണ്ണാശുപത്രികളും ആശുപത്രികളും സ്കൂളുകളും സാമൂഹിക സേവനത്തിന്റെ കൂമ്പാരങ്ങളായിട്ട് കാഞ്ചി ശങ്കരാചാര്യരുടെ കീഴില് ആയിരക്കണക്കിന് സംഘടനകളുണ്ട്. ശൃംഗേരി ശങ്കരാചാര്യരുടെ കീഴിലാണ് യഥാർത്ഥത്തില് TV സ്റ്റേഷൻ, സംസ്കൃതി എന്ന TVയും, അതേപോലെ തന്നെ കാലടിയിലുള്ള ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജുകളും ഇനി ലോ കോളേജ് വരുന്നതും എല്ലാം ശങ്കരാചാര്യരുടെ കീഴിലാണ്. അതേപോലെ ചിന്മയാമിഷൻ നോക്കുക, ചിന്മയാനന്ദ സ്വാമിയുടെ കീഴില് എത്ര പാരലൽ കോളേജ് വരെയുണ്ട്. കണ്ണൂരിലെ ഏറ്റവും വലിയ പാരലൽ കോളേജ് ചിന്മയാനന്ദന്റെ കീഴിലാണ്. അതിന് തൃശ്ശൂരിലുണ്ട്. എത്ര സ്കൂളുകൾ, എത്ര കോളേജുകൾ, എത്ര സ്ഥാപനങ്ങൾ, അതാണ് ചിന്മയ മിഷന്റെ കീഴിലുള്ളത്. വിവേകാനന്ദ മിഷന്റെ കീഴിൽ എത്രയുണ്ട്? ശാരദാ മിഷന്റെ കീഴിലുണ്ട്. രാമകൃഷ്ണ മിഷന്റെ കീഴില് എത്രയോ സ്ഥാപനങ്ങൾ, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള്, സാംസ്കാരിക സ്ഥാപനങ്ങള്, പൈതൃകം പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങള്, ഇങ്ങനെ ഏത് സംഘടന എടുത്തു നോക്കാം. മഹർഷി മഹേഷ് യോഗിയുടെ വിദ്യാലയത്തിനാണ് അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ റാങ്കും ഏറ്റവും കൂടുതൽ സ്ഥാനവും ഉള്ളത്. നല്ല യൂണിവേഴ്സിറ്റി, മഹേഷ് യോഗിയുടെ യൂണിവേഴ്സിറ്റി വരെയുണ്ട്. അപ്പോ ശരിക്ക് ഹൈന്ദവ സംഘടന ഭജനയ്ക്ക് മാത്രം, ആത്മീയതയ്ക്ക് മാത്രം, പ്രാർത്ഥനയ്ക്ക് മാത്രം എന്ന് പറഞ്ഞ് ഒരു സ്ഥലത്തും ഒന്നും ചെയ്യാറില്ല. ഇവിടെ കേരളത്തിൽ ദേവസ്വം ബോർഡ് സ്ഥാപിച്ചപ്പോ ദേവസ്വം ബോർഡിന്റെ കീഴിൽ എത്രയാ കോളേജുകള്, എത്ര സ്കൂളുകളാണുള്ളത്. ഗുരുവായൂര് അമ്പലത്തിന്റെ കീഴിൽ ശ്രീകൃഷ്ണ കോളേജുണ്ട്. മൊത്തം നിരീശ്വരവാദികളും യുക്തിവാദികളുമായിട്ടുള്ളവരാണ് അതിനകത്തുള്ളതെങ്കിലും ശ്രീകൃഷ്ണ കോളേജ് ഉണ്ട്. ഗുരുവായൂര് ഹൈസ്കൂളുണ്ട്, അത് കോളേജിന്റെ കീഴിലാണ്. ഈ കൊല്ലത്ത് കൂനമ്പായിക്കുളം എന്ന് പറയുന്ന ഒരു അമ്പലമുണ്ട്. ചെറിയൊരു അമ്പലമാണ്, നോക്കിയാല്
എത്ര വലിയ എഞ്ചിനീയറിംഗ് കോളേജാണ് അവർക്കുള്ളത്. അപ്പോ ഏത് തരത്തിൽ നോക്കിയാലും ശരി, അമൃതാനന്ദമയുടെ നോക്കിയാലും ശരി, സായിബാബയുടെ നോക്കിയാലും ശരി, ശ്രീ ശ്രീ രവിശങ്കറിന്റെ നോക്കിയാലും ശരി, രാമകൃഷ്ണാശ്രമം, ശാരദാ മിഷൻ എടുത്താലും, ഏത് സംഘടനകൾ എടുത്തോളൂ, ഞാൻ പറഞ്ഞതോ പറയാത്തതോ ആയിട്ടുള്ള ഏത് സംഘടനയിലും ആത്മീയത എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ. അത്ര മതി നമുക്ക് ആത്മീയത. ആത്മീയത രോഗവും വഴിപാടുകൾ രോഗലക്ഷണങ്ങളും ആവുന്ന ഒരു സംവിധാനമല്ല ഹൈന്ദവ ധർമ്മത്തിലുള്ളത്. അമ്പലത്തിലേക്ക് പോകണം, പക്ഷെ പോകാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. രാമായണ മാസത്തിൽ രാമായണം വായിക്കണം, വായിക്കാതിരിക്കാനും സ്വാതന്ത്ര്യമുണ്ട്. അമ്പലത്തിൽ ഭാഗവതം ഉള്ളപ്പോഴത്തേക്ക് മൂണ് കഴിക്കാൻ വേണ്ടി മാത്രം പോകാനും സ്വാതന്ത്ര്യമുണ്ട്. നമ്മുടെ മക്കളെ ശനിയും ഞായറും അമ്പലത്തിൽ ചെന്നിട്ട് മതപാഠശാലയിൽ പഠിപ്പിക്കണമെന്ന് നമ്മൾ നിർബന്ധിക്കാറില്ല. പഠിപ്പിക്കുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോ ഏകാദശി വ്രതം അനുഷ്ഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അനുഷ്ഠിച്ചാൽ നല്ലതാണ്. നമ്മുടെ ആചാരങ്ങളിൽ ആത്മീയത എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ, സിമന്റ് മാതിരി. ബാക്കി മുഴുവൻ ഇഷ്ടിക മാതിരിയാണ് കെട്ടിടത്തിന്. അപ്പൊ ശരിക്ക് ഒരു ഹിന്ദു ആകണമെങ്കിൽ ആത്മീയത പോലും വേണമെന്ന് നിർബന്ധമില്ല. അപ്പോ ലോകമെമ്പാടുമുള്ള ഹിന്ദു സംഘടനകൾ ആത്മീയതയ്ക്കും ഭജനയ്ക്കും പ്രാർത്ഥിക്കാനും വേണ്ടി മാത്രം ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിലൊരിക്കലോ കൂടിയിട്ട് ഒരു 1-1.5 മണിക്കൂർ ആ സ്പിരിച്വൽ ആക്ടിവിറ്റീസ് കഴിഞ്ഞ് പിന്നെ പോട്ട്ലക്കായിട്ട് കുറെ ഭക്ഷണവും കഴിച്ച് കിട്ടുന്ന സമയത്ത് ഒരല്പം പരദൂഷണവും പറഞ്ഞ് നമ്മൾ പോകുന്നത് യഥാർത്ഥത്തിൽ ഹിന്ദു ധർമ്മത്തിനെതിരാണ്. ആ ഭജന നടത്തുന്നുണ്ടെങ്കിൽ അത് വളരെ 1 മണിക്കൂറിൽ 20 മിനിറ്റ് ഭജനയ്ക്ക്, കൃത്യമായിട്ട് 20 മിനിറ്റ് എന്നല്ല ഉദ്ദേശിച്ചത്, ബാക്കി 20 മിനിറ്റ് നമ്മുടെ സമൂഹത്തിലെ ഐക്യത്തിന് എന്തെല്ലാം ചെയ്യാൻ സാധിക്കോ, ശരീരത്തിന്റെ ആരോഗ്യത്തിന്, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ഒരു ക്ലാസ്, അതുപോലെ സാംസ്കാരിക മൂല്യങ്ങൾ. ഇപ്പൊ ഡോക്ടർമാരുണ്ടെങ്കിൽ ഡോക്ടർമാരെ കുറിച്ചൊരു ക്ലാസ്, ഒരു ഡോക്ടർമാരെടുക്കുന്ന ഒരു ക്ലാസ്, ആ ഭജനയോടൊപ്പം ഒരു ഡോക്ടറുടെ ക്ലാസ്, ഡാൻസ് അറിയാവുന്നവരുണ്ടെങ്കിൽ ഡാൻസിന്റെ ക്ലാസ്, സംഗീതം അറിയാവുന്നവരുണ്ടെങ്കിൽ സംഗീതത്തിന്റെ ക്ലാസ്. ആ ക്ലാസ് എന്ന് പറയുന്നത് ഒരു ഭാരമായിട്ടല്ല, ആ ഭജനയുടെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ ആ ഒത്തുചേരലിന്റെ ഭാഗമായിട്ടോ കൾച്ചറൽ ആക്ടിവിറ്റിയും അതേപോലെ സാമൂഹികമായിട്ടുള്ള ആക്ടിവിറ്റി. ആ ഭജനയോടൊപ്പം ചില കുട്ടികൾക്ക് കീർത്തനങ്ങൾ പറയാനും അക്ഷരശ്ലോക മത്സരത്തിൽ പങ്കെടുക്കാനും അവർ പഠിക്കുന്നത് അവതരിപ്പിക്കാനും അവർ പ്രഭാഷണം നടത്താനും പ്രസംഗം നടത്താനുള്ള ട്രെയിനിങ് കൊടുക്കാനും, അതേപോലെ നല്ല നല്ല ഭക്ഷണ പദാർത്ഥങ്ങൾ പൈതൃകമായിട്ടുള്ളത് ഉണ്ടാക്കണമെങ്കിൽ അതിനെക്കുറിച്ചുള്ള വിവരണങ്ങളും, അങ്ങനെ എല്ലാം കൂടി ചേർന്ന് 3 വാക്കുകൾ ഒരു കാരണവശാലും ലോകത്തിലുള്ള ഹൈന്ദവ സംഘടനകൾ മറക്കരുത്. അതായത് സ്പിരിച്വാലിറ്റി വേണം, സ്പിരിച്വൽ, സോഷ്യൽ, കൾച്ചറൽ, ഈ 3 എണ്ണം 1/3 വെച്ചിട്ട്. അതുപോലെ ഹൈന്ദവ സംഘടനകളുടെ വാർഷികം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അത് സ്ഥാപിച്ച ദിവസം നടക്കുമ്പോഴോ അല്ലെങ്കിൽ അവരുടെ ഒത്തുചേരല് നടത്തുമ്പോഴോ ഗെറ്റ് ടുഗദറൊക്കെ നടക്കുമ്പോഴോ ഈ 3 കാര്യങ്ങൾ ഉണ്ടായില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അത് ഹൈന്ദവ സംഘടനയ്ക്ക് ചേരുന്ന രീതിയിലുള്ള പ്രവൃത്തിയല്ല. അതൊരു പാപമാണെന്നോ തെറ്റാണെന്നോ അങ്ങനെയുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. മറിച്ച് ഒരു സംഘടനയുടെ ലക്ഷ്യവും മാർഗവും എന്താണ് എന്നുള്ളത്, ഞാൻ കാനഡയിൽ കുറെ കാലം ഉണ്ടായിരുന്നു, ആർട്ടിക് ഓഷ്യനിൽ, യൂണിവേഴ്സിറ്റി ഓഫ് ആൽബർട്ടയിൽ. അവിടെ എനിക്കറിയാം 10-20 ഹിന്ദു കുടുംബങ്ങളെ ഉള്ളൂ. അവര് ശരിക്ക് ഭജനയ്ക്ക് വേണ്ടി ഒത്തുചേരാറുണ്ട്. പ്രൊഫസർ കൃഷ്ണൻ സാറിന്റെ നേതൃത്വത്തിൽ ഒരു പൂജ നടക്കാറുണ്ട്. അത് കഴിഞ്ഞാൽ ആ 1 മണിക്കൂർ 1.5 മണിക്കൂർ കഴിഞ്ഞാൽ എല്ലാ വീട്ടിൽ നിന്നും ഓരോ സാധനങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി കൊണ്ടുവരും. ഭക്ഷണം കഴിച്ച് അത് വളരെ എല്ലാവരും മറ്റോരോരുത്തരുടെ കാര്യങ്ങൾ നോക്കുകയാണ്. പിന്നെ പിറ്റേ ദിവസം മുതൽക്ക് ഇന്നലെയുള്ള സാമ്പാർ എങ്ങനെ ഉണ്ടായിരുന്നു, തോരൻ എങ്ങനെ ഉണ്ടായിരുന്നു, അവർ സംസാരിച്ചത് താൻ കേട്ടോ, അവരെന്തൊരു കുത്തുവാക്ക് വെച്ചിട്ടാണ് പറഞ്ഞത്, മാത്രമല്ല ഞാൻ ഭജന പാടാന്ന് പറഞ്ഞതാണ്, എനിക്ക് അവസരം തന്നില്ല, അതിൽ ആ കൃഷ്ണൻ സാറ് ശരിയല്ല, ലീല ശരിയല്ല, ഇയാള് ശരിയല്ല, കുറുപ്പ് ശരിയല്ല, ഭാസ്കരൻ ശരിയല്ല, അയാളുടെ പെരുമാറ്റം അങ്ങനെയാണ്, അവരങ്ങനെയാണ്. ഞാൻ പറഞ്ഞു എന്ന് വിചാരിക്കേണ്ട കേട്ടോ. ഈ ഒരു പരദൂഷണത്തിന് വേണ്ടിയിട്ട് 1-1.5 മണിക്കൂർ
എല്ലാ സംഘടനകളും അങ്ങനെയാണെന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. അത് മാത്രമല്ല ഇതിനു വേണ്ടി മാത്രമാണ് ചേരുന്നത് എന്ന് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് ശരിയല്ല. ഞാൻ അതിനുമല്ല. പക്ഷേ നമ്മൾ ഒരു സ്കൂളിനൊരു ലക്ഷ്യമില്ലേ, പഞ്ചായത്ത് ഓഫീസിനൊരു ലക്ഷ്യമുണ്ട്, വില്ലേജ് ഓഫീസിനൊരു ലക്ഷ്യമുണ്ട്, അതുപോലെ KSRTC ബസ്സിനൊരു ലക്ഷ്യമുണ്ട്, എയർ ഇന്ത്യ വിമാനത്തിനൊരു ലക്ഷ്യമുണ്ട്. ഈ ലോകത്തിലെ ഏത് സംഘടനയ്ക്കും ഏത് സ്ഥാപനത്തിനും ഒരു ലക്ഷ്യമുണ്ട്. ആ സ്ഥാപനം എന്തിനാണോ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നത് അത് അതിലൂടെ നിറവേറുന്നില്ല എങ്കിൽ ആ സംഘടന യഥാർത്ഥത്തില് ഇത് വർത്ത് എക്സിസ്റ്റിംഗ് അല്ല. 10, 15, 20 കൊല്ലമായിട്ട് ഞങ്ങൾ ഒത്തുചേരാറുണ്ട്, ഞങ്ങൾ ഒരു ഭജനയുണ്ട്, അത് കഴിഞ്ഞ് ഒരുമിച്ച് ചേരും പോകും. ഇതുകൊണ്ട് എന്ത് നേടി, എന്ത് മാറ്റം ഉണ്ടായി? ഇന്നലത്തേതിൽ നിന്ന് ഇന്നത്തേക്കും ഇന്നത്തേതിൽ നിന്ന് നാളത്തേക്കും ഡെവലപ്മെന്റ് നടന്നില്ല എങ്കിൽ, പ്രോഗ്രസ് ഉണ്ടായില്ല എങ്കിൽ ആ സംഘടന സ്റ്റാഗ്നന്റ് ആണ്. സ്റ്റാഗ്നേഷൻ ഈസ് ഡെത്ത്, ഡെത്ത് ഈസ് സ്റ്റാഗ്നേഷൻ, ഗ്രോത്ത് ഈസ് ലൈഫ്, ലൈഫ് ഈസ് ഗ്രോത്ത്. ഇങ്ങനെ ഒരു പ്രക്രിയയിലൂടെ പുതിയ പുതിയ പ്രാർത്ഥനകള്, പുതിയ പുതിയ കീർത്തനങ്ങള്, പുതിയ പുതിയ പരിപാടികള്, പുതിയ പുതിയ വീക്ഷണങ്ങള്, പുതിയ പുതിയ വിഷയങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങള്, അതില് കഴിഞ്ഞ മാസം എന്തൊക്കെ ചെയ്തോ അതിനൊരു ഡോക്യുമെന്റേഷൻ, ടാഞ്ചിബിൾ പാരാമീറ്ററിൽ ഇത്രയും കാര്യം ചെയ്തു, അതിൽ ഇന്ന മോഡിഫിക്കേഷൻ വേണം. ഈ മോഡിഫിക്കേഷനിൽ നമുക്ക് ധാരാളം IT ഇൻഫർമേഷൻ ടെക്നോളജി ചേർക്കാം. എല്ലാവരുടെയും മൊബൈൽ നമ്പർ കളക്ട് ചെയ്യുക, എല്ലാവരുടെയും ഇമെയിൽ കളക്ട് ചെയ്യുക, നല്ല സന്ദേശങ്ങൾ അയച്ചു കൊടുക്കുക, ഈ പരിപാടി തന്നെ റെക്കോർഡ് ചെയ്യുക വീഡിയോയിൽ, അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുക, അത് എല്ലാവർക്കും എത്തിക്കുക, അതിൻ്റെ CD ഉണ്ടാക്കുക, ആ CD ബാക്കിയുള്ളവർക്ക് കൊടുക്കുക, കോപ്പിറൈറ്റ് ഇല്ലാതെ. ചിലതൊക്കെ പെൻഡ്രൈവിൽ എടുക്കുക, നമ്മൾ യൂട്യൂബിലുള്ളത് തന്നെ ഡൗൺലോഡ് ചെയ്യുക, അത് മറ്റുള്ളവർക്ക് കോപ്പി എടുത്ത് കൊടുക്കുക. എത്ര നല്ല കാര്യങ്ങൾ നമുക്ക് ഇൻഫർമേഷൻ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് കൊണ്ട് ചെയ്യാൻ സാധിക്കും. ഒരു പക്ഷേ ഹിന്ദു സംഘടനകൾക്ക് ചെയ്യാൻ സാധിക്കുന്നത് പോലെ ലോകത്തിലെ മറ്റൊരു സംഘടനയ്ക്കും ചെയ്യാൻ സാധിക്കില്ല. അത്രയും സയന്റിഫിക്, ലോജിക്കൽ, റാഷണൽ ആയിട്ടുള്ള പ്രൊസീജിയറാണ് ഹിന്ദു ധർമ്മത്തെ ഇന്നും അന്നും എന്നും നിലനിർത്തിയത്. ഒരു 10,000 വർഷത്തെ പാരമ്പര്യമുള്ള ആ ഹൈന്ദവ സംഘടനകളുടെ കോൺട്രിബ്യൂഷനാണ് ഈ സംഘടനയെ നിലനിർത്തിയത്. രാംദേവ് എന്ന് പറയുന്ന വ്യക്തിയുണ്ട്, അദ്ദേഹത്തിനോട് യോജിപ്പുള്ളവരുണ്ടാവാം, യോജിപ്പില്ലാത്തവരുണ്ടാവാം. ഇപ്പൊ രാംദേവിന്റെ ഇൻഡസ്ട്രി നോക്കുക, അത്ര വലിയൊരു ഇൻഡസ്ട്രിയാ. ആചാര്യനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇൻഡസ്ട്രി പാടില്ല എന്നൊന്നും നമ്മുടെ പൈതൃകം പറഞ്ഞിട്ടില്ല. സുശ്രുത മഹർഷി എഴുതിയത് ആയുർവേദ ഗ്രന്ഥാണ്, ചരക മഹർഷി എഴുതിയത് ആയുർവേദ ഗ്രന്ഥാണ്, ഭരദ്വാജ മഹർഷി എഴുതിയത് യന്ത്രസർവസ്വം എന്ന പുസ്തകമാണ്. അതികോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള യന്ത്രങ്ങളെ കുറിച്ചുള്ള പുസ്തകങ്ങളാണ് എഴുതിയത്. ആര്യഭടാചാര്യൻ അസ്ട്രോണമിയും മാത്തമാറ്റിക്സിനെ കുറിച്ചുള്ള ആര്യഭടീയ പുസ്തകമാണ് എഴുതിയിരിക്കുന്നത്. ഭരതമുനിയുടെ നാട്യശാസ്ത്രം, ഒരു മുനി ആയതുകൊണ്ട് ഡാൻസും പാട്ടും ഒക്കെ പാടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് അതൊന്നിലും നമ്മളുടെ പൈതൃകെതിരെ നിൽക്കുന്നില്ല. അതുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഓർമ്മിക്കണം. ഞാൻ ഇത് പ്രത്യേകിച്ചും അമേരിക്കയിലും ഇംഗ്ലണ്ടിലും കാനഡയിലും യൂറോപ്പിലുമുള്ള ഹൈന്ദവ സംഘടനകള് വെറും ഭജനയായിട്ടും, ഭജനയും നല്ലതാണ്, ഭജന മാത്രമാണ് നല്ലതെന്നുള്ളതല്ല, അതും വേണം. ഇപ്പോ ശരിക്കും പറഞ്ഞാൽ സ്പിരിച്വൽ, സോഷ്യൽ, കൾച്ചറൽ, ഈ 3 വാക്ക് നമ്മുടെ ജീവിതത്തിൽ എന്നും ഉണ്ടാവാൻ സാധിക്കട്ടെ, സംഘടനയിൽ ഉണ്ടാവാൻ സാധിക്കട്ടെ. പിന്നെ നെഗറ്റീവുകൾ കഴിയുന്നതും കുറച്ച് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ്ങിന് വേണ്ടിയിട്ടുള്ള പ്രവൃത്തിയാവട്ടെ. ധാരാളം ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇന്ത്യക്കാരായിട്ടുള്ളവരോ അല്ലാത്തവരോ ഉണ്ടെങ്കിൽ അവരെയും ഇതിൽ ചേർക്കാൻ സാധിക്കട്ടെ. ഹിന്ദുക്കൾ ഒരുമിച്ച് ചേരുന്നു എന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ തന്നെ ആവണമെന്നൊന്നുമില്ല. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ശരിക്കും അമേരിക്കയിൽ കഴിഞ്ഞ ആഴ്ച നടന്ന മീറ്റിങ്ങിൽ ഇത്ര സ്പോൺസർഷിപ്പ്, പീറ്റർ എന്ന് പറയുന്ന ആള്, ജോർജ് എന്ന് പറയുന്ന ആള്, തോമസ് എന്ന് പറയുന്ന ആള്, കുറേ പേര് സപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. വളരെ നന്നായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുകയുണ്ടായിരുന്നു. ഇപ്പൊ എല്ലാവരെയും നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും. അവർ വന്നു എന്നുള്ളത് കൊണ്ട് പറയേണ്ടത് പറയാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറെ ക്രിസ്ത്യാനികളുണ്ട്, അതുകൊണ്ട് കേരളത്തിൽ നടക്കുന്ന മതപരിവർത്തനത്തെക്കുറിച്ച് പറയരുത്, അങ്ങനെയൊന്നുമില്ല. അവരോട് പറയുക, പ്രഭാഷകര് അവരുടേതായിട്ടുള്ള രീതിയിലായിരിക്കും പറയുന്നത് എന്ന് വ്യക്തമായിട്ട് പറയാം. പണ്ട് കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് വാഷിങ്ടണിൽ നടന്ന ഹിന്ദു സമ്മേളനത്തിൽ ഞാൻ പങ്കെടുക്കുകയുണ്ടായി. അവിടെ നമ്മൾ പറയാനുള്ളത് എല്ലാം പറഞ്ഞു. കുറേ ക്രിസ്ത്യാനികൾ ഇത് കഴിഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, സാറ് പച്ചയ്ക്ക് പറഞ്ഞത് നന്നായി, ഒരു തറക്കേടും ഇല്ല എന്നാ പറഞ്ഞത്.
ഉള്ളിൽ എന്തെങ്കിലും വെച്ച് പുറത്ത് പറഞ്ഞതാണോ, പുറത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഉള്ളിൽ വിചാരിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാം. ഏതായാലും സംഘാടകർ പറഞ്ഞു ഒരു ക്രിസ്ത്യാനിക്കും ഒരു വിഷമവും തോന്നിയില്ല. അപ്പോൾ ഞാൻ പറയുന്നത് നമ്മളുടെ ഒരു എക്സ്റ്റേണൽ ഷോ ഡെമോൺസ്ട്രേഷൻ എന്നുള്ളതിന് പകരം ഇന്റേണൽ ചേഞ്ചിനും ഇന്റേണൽ ആയിട്ടുള്ള ഡെവലപ്മെന്റിനും വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റികളാണ് സ്പിരിച്വൽ, സോഷ്യൽ ആൻഡ് കൾച്ചറൽ ആക്ടിവിറ്റീസ്. ഇത് മൂന്നും 1:1:1 എന്ന രീതിയിൽ ഏത് ഹിന്ദു സംഘടനയിലും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത് കുറേ അനുഭവങ്ങൾ മുമ്പിൽ വെച്ചുകൊണ്ട് പറഞ്ഞതാണ്. പ്രണാമം, നമസ്കാരം.